ഖത്തറിനെതിരെ ഉപരോധം തുടരുമെന്ന് സൗദി സഖ്യരാജ്യങ്ങൾ. ഉപാധികളിന്മേൽ ഖത്തർ സമർപ്പിച്ച മറുപടി നിരാശാജനകമെന്ന് സൗദി അറിയിച്ചു. ഖത്തറിനെതിരെ അടുത്ത നടപടി ഉചിതമായ സമയത്ത് കൈക്കൊള്ളുമെന്നും അന്താരാഷ്ട്ര നിയമപ്രകാരമായിരിക്കും ഖത്തറിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നതെന്നും സൗദി വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ശ്രീദേവി ചേരുന്നു വിവരങ്ങളുമായി. ശ്രീദേവി, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ മധ്യസ്ഥ ചർച്ച നടത്തിയെങ്കിലും ഖത്തറിനെതിരായ ഉപരോധം നീക്കാൻ എന്തുകൊണ്ടാണ് സൗദി സഖ്യരാജ്യങ്ങൾ തയ്യാറാവാത്തത്? നിത, പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഉപാധികളിന്മേൽ ഖത്തർ സമർപ്പിച്ച മറുപടി നിരാശാജനകമെന്നാണ് സൗദി സഖ്യരാജ്യങ്ങൾ പ്രതികരിച്ചിരിക്കുന്നത്. സൗദി സഖ്യരാജ്യങ്ങൾക്ക് ഖത്തർ സമർപ്പിച്ച 13 ഉപാധികളിന്മേലുള്ള മറുപടി തീർച്ചയായും ഉപരോധം തുടരും എന്നുള്ള സൂചന തന്നെ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ 4 അറബ് രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ ഇന്ന് കെയ്റോയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് വാർത്താ സമ്മേളനത്തിൽ ഉപരോധം തുടരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉപാധി പട്ടിക ഖത്തർ ഗൗരവത്തിൽ എടുത്തില്ല എന്നും അതുപോലെ തന്നെ നിലവിലെ സാഹചര്യത്തിന്റെ ആഴം മനസ്സിലാക്കുന്നതിൽ ഖത്തർ പരാജയപ്പെട്ടുവെന്നാണ് 4 അറബ് രാജ്യങ്ങളും വ്യക്തമാക്കിയിരിക്കുന്നത്. ഖത്തറിനെതിരെ അടുത്ത നടപടി ഉചിതമായ സമയത്ത് കൈക്കൊള്ളുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര നിയമപ്രകാരമായിരിക്കും ഖത്തറിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നത് എന്നാണ് സൗദി വിദേശകാര്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഖത്തറിന് മേലുള്ള സാമ്പത്തിക ഉപരോധം ഖത്തർ തങ്ങളുടെ നയത്തിൽ മാറ്റം വരുത്തുന്നതുവരെ തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഗൾഫ് സഹകരണ കൗൺസിലിൽ നിന്ന് ഖത്തറിനെ പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൗൺസിലിൽ ചർച്ച ചെയ്ത ശേഷം പ്രഖ്യാപിക്കുമെന്നാണ് ബഹ്റിൻ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഖത്തറിന് മേൽ വീണ്ടും ഉപരോധം തുടരാനുള്ള സാഹചര്യം മറ്റൊന്നുമല്ല. ഖത്തറിന് മേൽ സമർപ്പിച്ചിരിക്കുന്ന 13 ഉപാധികളും ഖത്തറിന്റെ ആഭ്യന്തര കാര്യങ്ങളിലും അതുപോലെ തന്നെ വിദേശ നയത്തിലും ഉള്ള കടന്നുകയറ്റമാണെന്ന് നേരത്തെ തന്നെ ഖത്തർ വ്യക്തമാക്കിയിരുന്നു. ഖത്തർ മാത്രമല്ല, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെ വ്യക്തമായി സൗദി സഖ്യ രാജ്യങ്ങളോട് പറഞ്ഞിരുന്നു നടപ്പാക്കാൻ കഴിയുന്നതും അതുപോലെ തന്നെ യുക്തിസഹവുമായ ഉപാധികളായിരിക്കണം മുന്നോട്ട് വെക്കാനെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അൽ ജസീറ അടച്ചുപൂട്ടുക, അതുപോലെ തന്നെ ഖത്തറിലെ തുർക്കി സൈനിക താവളം നിർത്തലാക്കുക, ഇറാനുമായുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ 13ഓളം ഉപാധികളാണ് ഖത്തറിന്മേൽ സൗദി സഖ്യ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നത്. ഈ ഉപാധികളൊന്നും തന്നെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് നേരത്തെ തന്നെ ഖത്തർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ ലണ്ടനിൽ നടന്ന സംഭാഷണത്തിൽ ഖത്തർ വിദേശകാര്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഏത് തരത്തിലുള്ള നടപടിയാണ് ഖത്തറിനുമേൽ സൗദി സഖ്യ രാജ്യങ്ങൾ തുടർന്ന് സ്വീകരിക്കുന്നതെങ്കിലും അന്താരാഷ്ട്ര നിയമപ്രകാരം മാത്രമേ പാടുള്ളൂ എന്നൊരു ആവശ്യം ഖത്തർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഏത് തരത്തിലുള്ള നടപടിയായാലും രാജ്യത്തെ ജനങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഖത്തറിനെതിരെ ഉപരോധം തുടരുമെന്ന് സൗദി സഖ്യരാജ്യങ്ങൾ അറിയിച്ചിരിക്കുന്നു. ഉപാധികളിന്മേൽ ഖത്തർ സമർപ്പിച്ച മറുപടി നിരാശാജനകമെന്നാണ് സൗദി പറഞ്ഞിരിക്കുന്നത്. ഖത്തറിനെതിരെ അടുത്ത നടപടി ഉചിതമായ സമയത്ത് കൈക്കൊള്ളുമെന്നും അന്താരാഷ്ട്ര നിയമപ്രകാരമായിരിക്കും ഖത്തറിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നതെന്നും സൗദി വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ശ്രീദേവിയാണ് വിവരങ്ങൾ നൽകിയത്. ഒമാൻ വിദേശകാര്യമന്ത്രി യൂസഫ് ബിൻ അലവിയും കുവൈറ്റ് അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ ജാബിൻ അൽ സബ കൂടിക്കാഴ്ച നടത്തി. ഖത്തറുമായി ബന്ധപ്പെട്ട GCCയിൽ ഉടലെടുത്ത പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനുള്ള ചർച്ചകളുടെ ഭാഗമായിട്ടായിരുന്നു കുവൈറ്റിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. കുവൈത്തിലെത്തിയ ഒമാൻ വിദേശകാര്യമന്ത്രി യൂസഫ് ബിൻ അലവി ബിൻ അബ്ദുള്ളയെ കുവൈത്ത് അമീർ ഷെയ്ഖ് സബ അഹമ്മദ് അൽ ജാബിർ സ്വീകരിച്ചു. ബയാൻ കൊട്ടാരത്തിൽ നടന്ന സ്വീകരണത്തിൽ കുവൈത്ത് രാജകുമാരൻ ഷെയ്ഖ് നവാഫ് അഹമ്മദ് അൽ ജാബിർ, പ്രഥമ ഉപപ്രധാനമന്ത്രി സബ അൽ ഖാലിദ് അൽ അഹമ്മദ്, ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് അലി അൽ ജറ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ചയുടെ കൂടുതൽ വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല. ഗൾഫ് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കുവൈത്ത് അമീറിന്റെ നേതൃത്വത്തിലുള്ള ഐക്യശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിന് ഒമാന്റെ എല്ലാവിധ പിന്തുണയും യൂസഫ് ബിൻ അലവി കുവൈത്ത് അമീറിന് വാഗ്ദാനം നൽകി. പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങൾക്കും US-ഉം ഐക്യരാഷ്ട്രസഭയും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒമാൻ വിദേശകാര്യമന്ത്രി യൂസഫ് ബിൻ അലവി ഇതിനു മുൻപ് ജൂൺ 7-ന് കുവൈത്തിലെത്തിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഒമാൻ. ഗൾഫ് പ്രതിസന്ധി പരിഹരിക്കാൻ സംവാദത്തിന് ആഹ്വാനം ചെയ്ത് ഖത്തർ. സംവാദത്തിലൂടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണ് വേണ്ടതെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. ലണ്ടനിലെ ചദാം ഹൌസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉപാധികൾ അംഗീകരിക്കാൻ ഖത്തറിന് നൽകിയ 48 മണിക്കൂർ അധിക സമയം ബുധനാഴ്ച രാവിലെ അവസാനിച്ചിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കാതെ സംവാദത്തിലൂടെ പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രതിസന്ധി പരിഹരിക്കാൻ സംവാദത്തിന് ആഹ്വാനം ചെയ്തതിനൊപ്പം രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടതെല്ലാം സ്വീകരിക്കുമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാകണം ഖത്തറിനെതിരെ അയൽരാജ്യങ്ങൾ നടപടി സ്വീകരിക്കാനെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഖത്തറിന്റെ വ്യത്യാസം പരിഹരിക്കാനുള്ള അയൽരാജ്യങ്ങളുടെ ഏത് ഗൗരവ ശ്രമങ്ങളെയും രാജ്യം സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ പരമാധികാരം അടിയറവ് വെക്കണമെന്ന ആവശ്യമാണ് സൗദി സഖ്യരാജ്യങ്ങൾ മുന്നോട്ട് വെച്ചതെന്നും വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു. മേഖലയുടെ കൂട്ടായ സുരക്ഷയുടെ കാര്യത്തിൽ ഖത്തർ പിറകോട്ടില്ലെന്നും വിദേശകാര്യമന്ത്രി വെളിപ്പെടുത്തി.
ബഹ്റൈനിൽ അനധികൃത തൊഴിലാളികളുടെ രേഖകൾ നിയമപ്രകാരമാക്കുന്നതിനുള്ള പദ്ധതി നടപ്പാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. വിസ കാലാവധി കഴിഞ്ഞ തൊഴിലാളികൾക്ക് പിഴയും ഫീസും നൽകി ഫ്ലെക്സിബിൾ വർക്ക് പെർമിറ്റ് ലഭിക്കുന്നതിന് സൗകര്യമൊരുക്കും. ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ സമർപ്പിച്ച നിർദ്ദേശം മന്ത്രിസഭ അംഗീകരിച്ചു. ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ നിക്ഷേപത്തിന് താൽപ്പര്യമില്ലെന്ന് ഖത്തർ പെട്രോളിയം. അനിവാര്യമായ ഇടങ്ങളിൽ പ്രധാനമായ വ്യവസായങ്ങളിൽ മാത്രമാണ് ഖത്തർ പെട്രോളിയം നിക്ഷേപം നടത്തുന്നത്. ഇത്തരത്തിൽ ഖത്തർ പെട്രോളിയത്തിന് സ്വന്തമായ നിക്ഷേപമുണ്ടെന്നും ഇന്ത്യയുടെ ഊർജ്ജ നിലയങ്ങളിൽ നിക്ഷേപത്തിന് താൽപ്പര്യമില്ലെന്നും ഖത്തർ പെട്രോളിയം സിഇഒ അറിയിച്ചു. എന്നാൽ ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയും ഖത്തർ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ കമ്പനിയും ഇത്തരം പ്രധാന മേഖലകളിൽ ഒരുപക്ഷെ നിക്ഷേപം നടത്തിയേക്കുമെന്നും അൽക്കാബി പറഞ്ഞു. കഴിഞ്ഞ മാസമാണ് ഇന്ത്യയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഊർജ്ജ നിലയങ്ങളിൽ നിക്ഷേപം നടത്താൻ ഇന്ത്യൻ പെട്രോളിയം മന്ത്രി ക്ഷണിച്ചത്. വാതകാടിസ്ഥാനത്തിലുള്ള ഊർജ്ജ നിലയങ്ങളിൽ ഓഹരി ഉൾപ്പെടെയുള്ള ദീർഘകാല കരാറിനുള്ള നിർദ്ദേശമാണ് ഇന്ത്യ ഖത്തറിന് മുന്നിൽ അവതരിപ്പിച്ചത്. കുവൈത്തിൽ വിദേശികളുടെ ആരോഗ്യ ചികിത്സാ ഫീസ് വർദ്ധിപ്പിക്കുന്നു. സന്ദർശന വിസയിലെത്തുന്ന വിദേശികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് 2017 ജൂലൈ മാസം പ്രാബല്യത്തിൽ വരുത്തിയതായി മന്ത്രി ഡോക്ടർ ജമാൽ അൽ ഹർബിയാണ് വാർത്താലേഖകരെ അറിയിച്ചത്. ആദ്യഘട്ടം സന്ദർശന വിസയിലെത്തുന്നവർക്കും തുടർന്ന് രാജ്യത്ത് തുടരുന്നവർക്കും ചികിത്സാ നിരക്കിൽ വർധനയുണ്ടാകും. വിദേശികളുടെ ആരോഗ്യ ചികിത്സാ ചെലവ് വർദ്ധിപ്പിക്കുന്നതിന് ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചു. വിദേശികളുടെ ആരോഗ്യ ചികിത്സയ്ക്കുള്ള സേവന നിരക്ക് ജൂലൈ മാസം പ്രാബല്യത്തിലാകുമെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ ജമാൽ അൽ ഹർബിയാണ് അറിയിച്ചത്. സന്ദർശന വിസയിലെത്തുന്നവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് 2017 ജൂലൈ മാസം പ്രാബല്യത്തിൽ വരുത്തിയതായും മന്ത്രി പറഞ്ഞു. തുടക്കത്തിൽ സന്ദർശന വിസയ്ക്ക് ഫീസ് ഈടാക്കുന്നതിനും തുടർന്ന് രാജ്യത്ത് തുടരുന്ന എല്ലാ വിദേശികളുടെയും ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് വർദ്ധിപ്പിക്കുന്നതിനുമാണ് തീരുമാനമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രാജ്യത്ത് നിലവിലുള്ള ആരോഗ്യ ചികിത്സാ നിരക്ക് മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ നിരക്കാണെന്നും വളരെ അനിവാര്യമായ സാഹചര്യത്തിലാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ നിരക്ക് വർധനവ് സ്വകാര്യ മേഖലയിലെ ചെലവിനേക്കാൾ വളരെ കുറവാണെന്നും മന്ത്രി പറഞ്ഞു. വിദേശികളുടെ മെഡിക്കൽ ഇൻഷുറൻസ് ഫീസ് വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് വർധനവ് നടപ്പിലാക്കുന്നത്. ആരോഗ്യരംഗത്ത് സർക്കാർ നടത്തിവരുന്ന അതിനൂതനമായ പരിഷ്കാരങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടിവരുന്ന സാമ്പത്തിക ചെലവ് വളരെ കൂടുതലാണ്. കൂടാതെ അത്യാഹിത വിഭാഗത്തിൽ നൽകി വരുന്ന നിരവധി ചികിത്സകൾ സൗജന്യമായിട്ടാണ് തുടരുന്നതും. തികച്ചും അനിവാര്യമായ സാഹചര്യത്തിലാണ് നിരക്ക് വർധനവ് ഏർപ്പെടുത്തുന്നതിന് സർക്കാരിന്റെ പഠന സമിതി നൽകിയ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുള്ളത് എന്ന് മന്ത്രി വിശദീകരിച്ചു. PC ഹരീഷ്, മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. അജ്ഞാത ഫോൺ കോളുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ടെലിഫോൺ സേവന ദാതാക്കളായ ഡൂവും എത്തിസലാത്തുമാണ് ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. പലപ്പോഴും ടെലിഫോൺ കമ്പനികളിൽ നിന്ന് വിളിക്കുന്നുവെന്ന് അവകാശപ്പെട്ടാണ് വ്യാജ ഫോൺ കോളുകൾ വരുന്നത്. വൻതുക സമ്മാനം ലഭിച്ചിട്ടുണ്ടെന്നും അക്കൗണ്ട് വിവരങ്ങൾ തന്നാൽ തുക കൈമാറുമെന്നും പറഞ്ഞാണ് ഇവർ കബളിപ്പിക്കുന്നത്. ഇത്തരം സന്ദേശങ്ങളിൽ വിശ്വസിക്കരുത് എന്നാണ് എത്തിസലാത്തും ഡൂവും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തങ്ങൾ ഇത്തരത്തിലുള്ള പ്രൊമോഷനുകൾ നൽകുന്നില്ല, അതുകൊണ്ട് തന്നെ വ്യാജ കോളുകളിൽ വഞ്ചിതരാകരുതെന്നും ഇവർ അറിയിച്ചു. ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ ലഭിച്ചാൽ ഉടൻ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടണം, അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കണം. പുതുതായി ശ്രദ്ധയിൽപ്പെട്ടത് എക്സ്പോ 2020യുമായി ബന്ധപ്പെട്ട വ്യാജ സന്ദേശങ്ങളാണ്. വ്യക്തിഗത വിവരങ്ങൾ കൈമാറിയാൽ 2 മില്യൺ ദിർഹം സമ്മാനമായി ലഭിക്കുമെന്ന് അവകാശപ്പെട്ടാണ് കോളുകൾ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിവരികയാണെന്നും ഉടൻ നടപടി സ്വീകരിക്കുമെന്നും എക്സ്പോ അധികൃതർ പറഞ്ഞു. ഷാർജയിൽ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു വരുന്നതായി ഷാർജ പോലീസ് സ്റ്റേഷൻ വകുപ്പ് ഡയറക്ടർ. ഈ വർഷം ഇതുവരെയായി എമിറേറ്റിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ 3128 കേസുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻ വർഷത്തിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 10.76% കുറവാണ്. ഷാർജ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സുരക്ഷയ്ക്കായുള്ള അനുകൂല നടപടികളുടെ ഫലമാണ് കുറ്റകൃത്യങ്ങൾ കുറയാൻ ഇടയാക്കിയത്. ഷാർജയിൽ ജനങ്ങൾക്കും താമസയിടങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ശക്തമായ സുരക്ഷയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സുരക്ഷാ നടപടികൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ജനങ്ങൾക്കുള്ള സുരക്ഷാ നിർദ്ദേശങ്ങളുടെ അവബോധവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്കും പോലീസിനുമിടയിൽ കൂടുതൽ സഹകരണമുണ്ടാക്കാനും അധികൃതർ ശ്രദ്ധിക്കുന്നു. ഇത്തരം സഹകരണവും ഇടപെടലുകളും കുറ്റകൃത്യങ്ങൾ കുറയാനും കാരണമാകുന്നതായി ഷാർജ പോലീസ് വിലയിരുത്തി. US-ലേക്കുള്ള എമിറേറ്റ്സ് എയർലൈൻസിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വിലക്ക് നീക്കി. US ഹോംലാൻഡ് സുരക്ഷാ വകുപ്പിന്റെ ആവശ്യപ്രകാരമുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിച്ചതിനാലാണ് എമിറേറ്റ്സിന് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സംബന്ധിച്ച് അനുമതി ലഭിച്ചത്. സുരക്ഷാ കാര്യങ്ങൾ മുൻനിർത്തിയുണ്ടായിരുന്ന വിലക്ക് നീക്കിയതോടെ എമിറേറ്റ്സിൽ US-ലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ലാപ്ടോപ്പുകൾ, ടാബ്ലറ്റുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുമായി ഇനി മുതൽ യാത്ര ചെയ്യാമെന്ന് എമിറേറ്റ്സ് അറിയിച്ചു. US-ലേക്കുള്ള എമിറേറ്റ്സ് വിമാനങ്ങളിൽ US ഹോംലാൻഡ് സുരക്ഷാ വകുപ്പിന്റെ ആവശ്യപ്രകാരമുള്ള സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനാവശ്യമുള്ള എല്ലാ നടപടികളും പ്രാദേശിക അധികൃതരുമായി ചേർന്ന് നടപ്പാക്കിയതായി എമിറേറ്റ്സ് പ്രതിനിധി അറിയിച്ചു.
ഈദുൽ ഫിത്തർ അവധി ദിവസങ്ങളിൽ 4 ലക്ഷം യാത്രക്കാർ കുവൈത്ത് വിമാനത്താവളം വഴി യാത്ര ചെയ്തു. റെക്കോർഡ് തിരക്കാണ് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടതെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. ഈദ് അൽ ഫിത്തർ അവധി ദിനങ്ങളിൽ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി 4,27,000 പേർ യാത്ര ചെയ്തതായി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വെളിപ്പെടുത്തി. ജൂൺ 22 മുതൽ ജൂലൈ 1 വരെയുള്ള ദിവസങ്ങളിൽ 2,75,000 പേർ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര പോയതായും 1,52,000 പേർ കുവൈത്തിലേക്ക് വന്നെത്തിയതായും ഡയറക്ടർ ജനറൽ ഇന്ന് ബുധനാഴ്ച നടത്തിയ പ്രത്യേക വാർത്താ സമ്മേളനത്തിലാണ് കണക്കുകൾ വെളിപ്പെടുത്തിയത്. കുവൈത്ത് വിമാനത്താവളം ഇന്നുവരെ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും തിരക്കേറിയ ദിവസങ്ങളായിരുന്നു ഈദ് അൽ ഫിത്തർ അവധി ദിവസങ്ങൾ. വർദ്ധിച്ച യാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും കസ്റ്റംസ് ജനറൽ അഡ്മിനിസ്ട്രേഷന്റെയും സംയുക്തമായി നടത്തിയ സഹകരണവും ഉത്തരവാദിത്വവും ഏറെ ശ്രദ്ധേയമെന്നും ഡയറക്ടറേറ്റ് അറിയിച്ചു. കൂടാതെ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ വർദ്ധിച്ച തിരക്ക് ഒഴിവാക്കുന്നതിന് യാത്രക്കാരുടെ ഭാഗത്തുനിന്നും വലിയ സഹകരണമാണ് ലഭിച്ചത്. യാത്രക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും യാത്രക്കാർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും ഇതാദ്യമായിട്ടാണ് യുവജനകാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ യുവാക്കളായ വോളണ്ടിയർമാർ നൽകിയ സേവനം വളരെ വിലപ്പെട്ടതായിരുന്നതായും ഡയറക്ടറേറ്റ് അറിയിച്ചു. അതേസമയം സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വിമാനത്താവളത്തിലെ സുഗമമായ പ്രവർത്തനങ്ങൾക്കായി ആഭ്യന്തര മന്ത്രാലയത്തിലെ പ്രത്യേക സുരക്ഷാ വിഭാഗത്തെ നിയോഗിച്ചതും യാത്രക്കാരുടെ സുഗമമായ യാത്രയ്ക്കും വിമാനത്താവളത്തിലെ ക്രമീകരണങ്ങൾ യഥാക്രമം ഉപയോഗപ്പെടുത്തുന്നതിനും സഹായിച്ചതായി ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ് കുവൈത്ത്. ദുബായിൽ എമിറേറ്റ്സ് ടവർ ബിസിനസ് പാർക്ക് എന്ന പേരിൽ ബിസിനസ് സംരംഭം പ്രഖ്യാപിച്ചു. 5 ബില്യൺ ദിർഹം ചിലവിലാണ് ബിസിനസ് സംരംഭം സജ്ജമാക്കുന്നത്. വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പദ്ധതി അനാവരണം ചെയ്തത്. വ്യവസായം പ്രോത്സാഹിപ്പിക്കുകയും നിക്ഷേപകരെ ആകർഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് എമിറേറ്റ്സ് ടവർ ബിസിനസ് പാർക്ക് സജ്ജമാക്കുന്നത്. തങ്ങളുടെ പ്രാദേശിക ആസ്ഥാനങ്ങൾ ദുബായിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്ന അന്താരാഷ്ട്ര കമ്പനികൾക്ക് ലോകോത്തര നിലവാരമുള്ള ഓഫീസ് അടക്കമുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കുക. ഷെയ്ഖ് സായിദ് റോഡിൽ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിന് സമീപമാണ് എമിറേറ്റ്സ് ടവർ ബിസിനസ് പാർക്ക് വരുന്നത്. കോർപ്പറേറ്റുകൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അവസരങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും നിക്ഷേപകരുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് നൂതനമായ പരിഹാരങ്ങൾ നൽകുന്നതിനുമുള്ള ശ്രമങ്ങൾ രാജ്യം തുടരുമെന്ന് കോംപ്ലക്സ് അനാവരണം ചെയ്തുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. പദ്ധതി 4 വർഷം കൊണ്ട് പൂർത്തിയാകും. ദുബായ് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ സെന്ററുമായി നടപ്പാലങ്ങൾ വഴി കോംപ്ലക്സ് ബന്ധിപ്പിക്കും. 3 5 സ്റ്റാർ ഹോട്ടലുകൾ, ബിസിനസ് ഇവന്റുകൾക്കായി പ്രത്യേക സജ്ജീകരണം, അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ റീറ്റെയിൽ സ്ഥാപനങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാകും. മാതൃഭൂമി ന്യൂസ്, ദുബായ്. റാസൽ ഖൈമയിലെ എല്ലാ മേഖലകളിലും നിർബന്ധമായും ക്യാമറകൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി 73,375 നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തന സജ്ജമായി. റാക്ക് പോലീസ് എമിറേറ്റിലെ സുരക്ഷാ സംവിധാനങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ വകുപ്പുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ, പള്ളികൾ, കടകൾ, വാണിജ്യ കെട്ടിടങ്ങൾ, മാളുകൾ, വീടുകൾ എന്നിവിടങ്ങളിലെല്ലാം CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് തികഞ്ഞ വ്യക്തതയും കാഴ്ചയുമുള്ള അത്യന്താധുനിക ക്യാമറകൾ സ്ഥാപിച്ചത്. സ്ഥാപനത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പ്രവേശന കവാടങ്ങളിൽ സ്ഥാപിക്കുന്ന ക്യാമറയിലൂടെ കടന്നുപോകുന്നവരെ കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കും. ഇപ്രകാരം സ്ഥാപിച്ച എല്ലാ സംവിധാനങ്ങളും സർക്കാർ അംഗീകാരം നേടിയവയാണ്. കുറഞ്ഞത് 30 ദിവസത്തെ റെക്കോർഡിംഗ് സൗകര്യവും ഈ സിസ്റ്റത്തിലുണ്ടായിരിക്കും. ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്ന സ്ഥാപനങ്ങളുടെ ക്യാമറകൾ പോലീസ് വിഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടെന്നും റിസോഴ്സ് ഡയറക്ടർ അറിയിച്ചു. ഇടവേള.